ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു വോയിസ് ഓവർ ബൈ രേഷ്മ. നമ്മളിൽ പലർക്കും നേരിട്ട് കാണാത്ത പ്രേതങ്ങളെയൊക്കെ നല്ല പേടിയുണ്ടാകും അല്ലേ? പക്ഷേ ഇപ്പോഴത്തെ ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പ്രേതങ്ങളെക്കാളും നമ്മൾ പേടിക്കേണ്ടത് ദുഷ്ടരായ മനുഷ്യരെ അല്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തായാലും ഇന്ന് പറയാൻ പോകുന്നതും അത്തരത്തിലൊരു സിനിമയാണ്. സിനിമയുടെ പേര് എ ക്ലാസിക് ഹൊറർ സ്റ്റോറി. ഇതൊരു ഇറ്റാലിയൻ സിനിമയാട്ടോ. ഈ സിനിമയിൽ കുറച്ചധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. ഈ സിനിമയെക്കുറിച്ചൊന്ന് ചുരുക്കി പറഞ്ഞാൽ, തികച്ചും അപരിചിതരായ 5 പേര് കാർപൂളില് കലാബ്രിയ എന്ന നാട്ടിലേക്ക് അവരവരുടെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം രാത്രി ഇവരുടെ വണ്ടി ഒരു അപകടത്തിൽപ്പെടും. പക്ഷേ കണ്ണു തുറന്നു നോക്കുന്ന ഇവർ 5 പേരും കാണുന്നത് ചുറ്റിനും വലിയൊരു കാടും പിന്നെ റോഡൊന്നുമില്ല, മൈതാനം പോലത്തെ ഒരു സ്ഥലവുമാണ്. പിന്നെ ആകെ ഇവരുടെ മുന്നിലുള്ളത് മരം കൊണ്ട് നിർമ്മിച്ച് കണ്ടാൽ തന്നെ ദുരൂഹത തോന്നിക്കുന്ന ഒരു വീടും. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് അത് നിങ്ങൾ ആരും വിചാരിക്കാത്ത നല്ല അടിപൊളി ഒരു ക്ലൈമാക്സ് ആട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കിണ്ണം കാച്ചിയ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. അടുത്ത ബെല്ലോട് കൂടി നമുക്ക് ഈ സിനിമ കണ്ടു തുടങ്ങാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു സ്ത്രീയെ അവരുടെ കൈകാലുകളൊക്കെ ബന്ധിച്ച് അവരുടെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് വായിലൊരു തുണിയൊക്കെ വെച്ച് കെട്ടി അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു ടേബിളിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ആ സ്ത്രീയുടെ ശരീരത്തിലാണെങ്കിൽ ആരും അവരെ ഉപദ്രവിച്ചതിന്റെ പാടുകളും പിന്നെ അതിന്റെ രക്തക്കറയൊക്കെ കാണാട്ടോ. അവരാണില് മരണഭയം കൊണ്ട് രക്ഷപ്പെടാനായിട്ട് ചുറ്റും നോക്കുന്നുണ്ട്. ആ മുറിയിൽ ഒരു മാനിന്റെ തലയുണ്ട്. പക്ഷെ അതിന്റെ കണ്ണിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോഴാണ് കറുത്ത തുണി കൊണ്ട് ദേഹം മുഴുവൻ മൂടി മുഖം മൂടി ധരിച്ച ഒരു സൈക്കോ വലിയൊരു ചുറ്റികയും വലിച്ചഴിച്ച് അവിടേക്ക് വരുന്നത്. എന്നിട്ട് ആ സൈക്കോ ഈ ചുറ്റിക വെച്ച് ആ സ്ത്രീയെ കൊല്ലും. ഇതെല്ലാം ഒരു വാതിലിന്റെ താക്കോൽ ദ്വാരത്തിലൂടെ ആരോ കാണുന്നുണ്ട് കേട്ടോ. അതാരാന്ന് ഇപ്പം നമുക്കറിയത്തില്ല. ഇനി കാണിക്കുന്നത് നമ്മുടെ നായിക എലീസയാണ്. ആള് അവളുടെ സ്വന്തം നാടായ കലാബ്രിയയിലേക്ക് പോകാനായിട്ട് ഒരു റൈഡർ ഷെയർ ആപ്പിൽ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുക. നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിലും എലീസ പ്രഗ്നന്റ് ആയത് കാരണം അവൾക്ക് ആ ഭക്ഷണം കാണുമ്പോഴേ വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോഴാണ് വണ്ടി വന്നോ എവിടെ എത്തിയെന്നൊക്കെ അറിയാനായിട്ട് എലീസയെ അവളുടെ അമ്മ വിളിക്കുന്നത്. എലീസ ബ്രേക്കപ്പ് ആയ ശേഷം ഗർഭിണിയാന്നുള്ള കാര്യം അറിയുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ ആ കാര്യം സ്വന്തം അമ്മയോട് തുറന്നു പറയും. നിലവിൽ എലീസയുടെ അവസ്ഥ വെച്ചിട്ട് അവൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞിനെ തനിയെ വളർത്താനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. അതുകൊണ്ട് നാട്ടിൽ ചെന്നിട്ട് അവിടെ അമ്മയ്ക്ക് അറിയാവുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അബോർഷൻ നടത്താനാണ് എലീസയുടെ പ്ലാൻ. ആൾക്ക് അബോർഷൻ ചെയ്യാത്ര താല്പര്യമൊന്നുമില്ല, പക്ഷെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എലീസയ്ക്ക് പോകാനുള്ള വണ്ടി വരും. ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ പേര് ഫാബ്രിസിയോ എന്നാട്ടോ. നമുക്ക് പിന്നെ ഫാബ് എന്ന് ചുരുക്കി പിടിക്കാം, കാരണം ഈ ഫാബ്രിസിയോ ഫാബ്രിസിയോ എന്ന് പറയുന്ന ഇച്ചിരി പാടാ. പിന്നുള്ളത് ഒരു ഡോക്ടറാണ്. ആളുടെ പേര് റിക്കാർഡോ. പക്ഷെ നമുക്ക് അദ്ദേഹത്തെ ഡോക്ടർ ഡോക്ടർ എന്ന് പറയാം. ഇനിയുള്ളത് മാർക്ക് സോഫിയ. അവർ രണ്ടുപേരും പ്രണയിതാക്കളാട്ടോ. അങ്ങനെ എല്ലാവരും പരസ്പരം പരിചയപ്പെടുമ്പോഴാണ് ഫാബ് ഞാനൊരു ഡ്രൈവർ മാത്രമല്ല ഒരു ട്രാവൽ വ്ളോഗറൂടാ. എൻ്റെ അനിയത്തി ഇന്നലെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാനൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്. അപ്പോഴെൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ളോഗിനായിട്ട് നിങ്ങളുടെയൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അതിനൊന്നും ആർക്കും പ്രശ്നമൊന്നുമില്ല. എങ്കിൽ എല്ലാവരും എൻ്റെ വ്ളോഗിനായിട്ട് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് അവൻ ചോദിക്കുമ്പോഴേ സോഫിയ ചാടി വീണിട്ട് എൻ്റെ പേര് സോഫിയ, ഇതെന്റെ കാമുകൻ മാർക്ക്, ഞങ്ങൾ രണ്ടുകൂടി മാർക്കിന്റെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോവാ. അതുമാത്രമല്ല മാർക്കിന്റെ അമ്മൂമ്മയെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണത്തിന് അനുവാദം വാങ്ങാൻ വേണമെന്ന് പറയും. മാർക്കും സോഫിയയും ഒരേ വൈബുള്ള എക്സ്ട്രോവേർട്ടുകളാട്ടോ. ഇനി നിങ്ങളെക്കുറിച്ച് 2 വാക്ക് പറയാവോന്ന് ഫാബ് ഡോക്ടറോട് ചോദിക്കുമ്പം എൻ്റെ പേര് റിക്കാർഡോ, ഞാനൊരു ഡോക്ടറാണ്, കുടുംബത്തെ കാണാനായിട്ട് നാട്ടിലേക്ക് പോകുന്നു. എലീസയോട് ചോദിക്കുമ്പം അവളും ഡോക്ടറെ പോലെ തന്നെ പേര് പറഞ്ഞിട്ട് അമ്മയെ കാണാനായിട്ട് പോകുക പറയും. ഒരു വലിയ കാട്ടിലൂടെയാണ് ഇവരുടെ യാത്ര. വഴിയിലൊന്നും കടകളില്ലാത്തതുകൊണ്ട് യാത്രക്കാരെയൊക്കെ ഒന്ന് ചില്ല് ചെയ്യിക്കാനായിട്ട് ഫാബ് വണ്ടിയിൽ ബിയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോഴീ യാത്ര തുടങ്ങിയിട്ട് ഇനി നാളെ രാവിലെയോടെ ഇവര് കലാബ്രിയയിൽ എത്തത്തുള്ളൂ. പ്രഗ്നന്റ് ആയ കാരണം എലീസയ്ക്ക് ബിയർ കഴിക്കുന്നതിനോടൊന്നും അത്ര താല്പര്യമില്ല. അവൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും അപ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരും. പക്ഷെ ഇതൊന്നും അറിയാതെ ഞങ്ങളുടെ കൂടെ ഒരു കമ്പനി തരാനായിട്ടെങ്കിലും ഒന്ന് കുടിക്കണമെന്നും പറഞ്ഞ് മാർക്ക് അവളെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് അവനെ മുഷിപ്പിക്കേണ്ടെന്ന് കരുതി മാത്രം എലീസ ആ ബിയർ ഒന്ന് സിപ്പ് ചെയ്യും. അപ്പോഴേക്കും മാർക്കും ഫാബും തമ്മിൽ നല്ല കൂട്ടാവും. അന്നേരമാണ് അവിടെ ഒരു പത്രത്തിൽ ഒരു അമ്മയുടെയും മോളുടെയും ഫോട്ടോ മാർക്ക് കാണുന്നത്. അവൻ അമേരിക്കയിലായോണ്ട് ആൾക്ക് ഇറ്റാലിയൻ വായിക്കാൻ അറിയത്തില്ല. ഇതെന്താ സംഭവം എന്ന് മാർക്ക് ഫാബിനോട് ചോദിക്കുമ്പം ഈ നാട്ടിലേക്ക് എന്തോ ഒരു ആവശ്യത്തിന് വന്നതാണ് ഈ അമ്മയും മോളും. പക്ഷേ ഇവരിപ്പൊ കാണുന്നില്ല. ഇവരീ പോകുന്നുണ്ടല്ലോ വളരെ അപകടം പിടിച്ചൊരു ഗ്രാമത്തിലൂടെ. എന്താന്ന് വെച്ചാൽ ഈ ഗ്രാമം ഭരിക്കുന്നത് വലിയൊരു മാഫിയ ഗ്യാങ് ആണ്. മിക്കവാറും നേരത്തെ ആ പത്രവാർത്തയിൽ കണ്ട അമ്മയുടെ മോളും ഇല്ലേ, അവരുടെ തിരോധാനത്തിന് പിന്നിലും ഈ മാഫിയ ഗ്യാങ് തന്നെ ആയിരിക്കും. ഈ വാർത്തയോട് ചേർന്ന് തന്നെ മറ്റൊരു സ്ത്രീയുടെയും പടമുണ്ട്. ഇവരെയും കാണാതായതാണെന്ന് മാർക്ക് ചോദിക്കുമ്പം ഇവരെ കാണാതായിട്ടൊന്നുമില്ല, ഈ സ്ത്രീയാണ് ഈ നാടിന്റെ മേയർ.
ഈ മേയർക്കും നേരത്തെ പറഞ്ഞ മാഫിയ ഗ്യാങ്ങിനും തമ്മിൽ അടയും ചക്കരയും പോലത്തെ ബന്ധമുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ കാണാതാകുന്നവരെ കുറിച്ചും മാഫിയ ഗ്യാങ്ങിനെ കുറിച്ചും ഒക്കെയുള്ള വാർത്തകളൊക്കെ ഈ മേയർ അങ്ങ് മുക്കും. പക്ഷേ ഈ മേയറെ മാഫിയ ഗ്യാങ്ങിന് മാത്രമല്ല, ഈ നാട്ടിലുള്ളവർക്കും വലിയ കാര്യമാണെന്ന് ഫാബു പറയും. ഇവരിങ്ങനെ സംസാരിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എലീസയ്ക്ക് നേരത്തെ ബിയർ കുടിച്ചുകൊണ്ട് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തോന്നും. അത് പക്ഷെ അടുത്തിരിക്കുന്ന സോഫിയ ശ്രദ്ധിച്ചിട്ട് അവൾ വണ്ടി നിർത്താനായിട്ട് ഫാബിനോട് പറയും. അങ്ങനെ വണ്ടി നിർത്തിയതും ഡോക്ടർ ആ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആളുടെ ഭാര്യയെ ഫോണിൽ വിളിക്കും. എന്താ കാര്യമെന്ന് അറിയത്തില്ല, ഡോക്ടറും ഭാര്യയും തമ്മിൽ ഡിവോഴ്സ് ആവാനായിട്ട് നിൽക്കുക കേട്ടോ. പക്ഷെ അയാൾക്ക് ഡിവോഴ്സിനോട് ഒട്ടും താല്പര്യമൊന്നുമില്ല. അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഭാര്യയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ഫോൺ കട്ടാക്കും. എലീസ വൊമിറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ഇനി ഞാൻ നിർബന്ധിപ്പിച്ച് ബിയർ കുടിപ്പിച്ചുകൊണ്ടാണോ അവൾ വൊമിറ്റ് ചെയ്യുന്നതെന്ന് മാർക്ക് ചോദിക്കും. ഇതല്ല, അവൾ പ്രഗ്നന്റ് ആയിരിക്കുമെന്ന് സോഫിയ പറയും. ഇത് കേട്ട മാർക്ക് ഓ എലീസ കല്യാണം കഴിച്ചതായിരുന്നോ എന്ന് ചോദിക്കുമ്പം എടാ മണ്ട, കൊച്ചുണ്ടാവാൻ കല്യാണം കഴിക്കുന്നത് നിർബന്ധമാണോ എന്ന് സോഫിയ അവനോട് തിരിച്ചു ചോദിക്കും. എലീസ തിരിച്ചു വരുമ്പോഴേക്കും മാർക്കും ഫാബും തമ്മിൽ ഭയങ്കര തർക്കം. എന്താന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് കലാബ്രി എത്തുന്നവരെ ഈ വണ്ടി മാർക്കിന് ഓടിക്കണം. ഫാബിനാണേൽ അവന്റെ വണ്ടി മറ്റൊരാൾ ഓടിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അല്ലേലും നിനക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ, ചുമ്മാ ഷോ കാണിക്കാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഡോക്ടർ മാർക്കിനോട് പറയുമ്പോഴേക്കും മാർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഫാബു അത് സമ്മതിക്കും. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും പെമ്പിള്ളേരും ഡോക്ടറും നല്ല ഉറക്കത്തിലാവും. വണ്ടി ഓടിക്കുന്നത് മാർക്കായോണ്ട് അവൻ ഉറങ്ങാതിരിക്കാനായിട്ട് വർത്താനവും പറഞ്ഞ് ഫാബും അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. സത്യത്തിൽ ഫാബും ഈ നാട്ടുകാരൻ തന്നെ കേട്ടോ. പക്ഷെ അയാൾ പൊതുവെ ആ കാര്യം ആരോടും പറയത്തില്ല. ഫാബു പഠിച്ചതൊക്കെ റോമിലുമാണ്. ആൾക്കൊരു ഡയറക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് നീ എങ്ങനെ ഡ്രൈവർ ആയെന്ന് മാർക്ക് ചോദിക്കുമ്പം സാമ്പത്തികം തന്നെയാണ് ഫാബിന്റെയും പ്രശ്നം. ആൾക്ക് അമ്മയുടെ അനിയത്തിയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് സ്വന്തമായിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അവന് നല്ലൊരു ഡയറക്ടർ ആവാൻ. മാർക്കിന് പിന്നെ പറയത്തക്ക സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല. സോഫിയയും കൊണ്ട് അമ്മുമ്മയെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കണം, കല്യാണത്തിന് സമ്മതിപ്പിക്കണം, എന്നിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അത്രയൊക്കെയുള്ളൂ മാർക്കിന്റെ കാര്യങ്ങൾ. ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് വഴിയിലൊരു മാൻ മരിച്ചു കിടക്കുന്നത് ഫാബ് കാണുന്നത്. ഉടനെ അവൻ വണ്ടി അതിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങാതിരിക്കാനായിട്ട് മാർക്കിന്റെ കയ്യിലെ സ്റ്റിയറിംഗ് പിടിച്ച് ഇടത്തോട്ട് തിരിക്കും. വണ്ടി ഓടിച്ചിരുന്ന മാർക്ക് അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് വണ്ടി കയ്യിൽ നിന്ന് പാളിയിട്ട് അതൊരു മരത്തിൽ ചെന്നിടിക്കും. അപ്പോഴാണ് ആ മാനിനെ നമ്മളെ കാണിക്കുന്നത്. അതിന്റെയും കണ്ണിനെന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. രാവിലെ എലീസ ഉണരുമ്പം അവള് കാണുന്നത് ആക്സിഡന്റ് പറ്റിയ മാർക്കിനെയും അവനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി 3 പേരെയോ. മാർക്കിന്റെ കാലാണേലും ഒടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ വേദന കൊണ്ട് കരയുക. കൂട്ടത്തിലൊരു ഡോക്ടർ ഉള്ളതുകൊണ്ട് അയാൾ എലീസയോട് എത്രയും പെട്ടെന്ന് എമർജൻസി വിളിക്കാൻ പറഞ്ഞിട്ട് തിരിഞ്ഞ് സോഫിയെ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ഇവന്റെ കാല് അനക്കാതെ വെക്കാൻ പറ്റിയ വല്ല കമ്പിയോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നീ പോയി അതെടുത്തോണ്ട് വരാൻ പറയും. എലീസ എമർജൻസിയിൽ വിളിക്കാൻ നോക്കുമ്പം അവളുടെ ഫോണിന് റേഞ്ച് ഇല്ല. അപ്പോഴേക്കും സോഫിയ എവിടുന്നാടുന്ന് 2-3 കമ്പിയൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് ഡോക്ടർ തൽക്കാലത്തേക്ക് മാർക്കിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. പക്ഷെ അവന്റെ അവസ്ഥ അല്പം പ്രശ്നമാട്ടോ. കാലില് നല്ല ബ്ലീഡിങ്ങും ഉണ്ട്, എല്ലും പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാർക്കിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലോട്ട് പോകും. റേഞ്ച് കിട്ടാത്തോണ്ട് എലീസ ചുറ്റും നോക്കുമ്പം ആ സ്ഥലം കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോവും. നമ്മളിതെങ്ങനെ ഇവിടെ എത്തിയെന്ന് അവള് ചോദിക്കുമ്പോഴാണ് ബാക്കിയുള്ള 4 പേരും അവരിപ്പോ എവിടെയാ നിൽക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവർ ഇത്രയും നേരം അത് അറിയാതിരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ എലീസ ഉണരുന്നതിന് അല്പം മുമ്പാണ് മാർക്കിന്റെ കരച്ചിൽ കേട്ട് ബാക്കിയുള്ളവർ ഉണരുന്നത്. പിന്നെ മാർക്കിന്റെ അവസ്ഥ കണ്ട് അവർ മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവനെ പരിചരിക്കാനായിട്ടും പോവും. അങ്ങനെ എല്ലാവരും ഇത് എവിടാ നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഇവര് നിൽക്കുന്നത് കാടിന് നടുക്ക് നമ്മുടെ ഈ മൈതാനമൊക്കെ ഇല്ലേ, അതുപോലെ തുറസായ ഒരു സ്ഥലത്താണ് മനസ്സിലാവുന്നത്. അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് വരാനോ ഒന്നും റോഡും ഇല്ല. പിന്നെ ആകെ മുൻപിലുള്ളത് നിബിഡമായ ഒരു കാടും അതിനു മുന്നിൽ കാടിനേക്കാൾ ദുരൂഹത തോന്നിക്കുന്ന ഒരു മരത്തിന്റെ വീടുമാണ്. ആ വീടിന്റെ സൈഡിലായിട്ട് ഈ സൈറം മുഴക്കുന്ന കുറെ സ്പീക്കറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവരുടെ വണ്ടിയാണെങ്കിൽ ഇപ്പം സ്റ്റാർട്ട് ആകുന്നുമില്ല. രസം എന്താന്ന് വെച്ചാൽ വണ്ടി ഇടിച്ചത് പോലും ബാക്കി ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരും അമ്മാതിരി ഉറക്കത്തിലായിരുന്നു. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഫാബ് ചോദിക്കുമ്പം വണ്ടി ഇടിച്ചത് റോഡിന്റെ സൈഡിലുള്ള ഒരു മരത്തിലല്ലേ, പിന്നെങ്ങനെ ഈ കാടിന് നടുക്കെത്തിയെന്ന് മാർക്ക് ചോദിക്കുമ്പം ഫാബിന് ശരിക്കും ദേഷ്യം വരും. നീയല്ലേ വണ്ടി കൊണ്ടിടിച്ചത്, അതോടെ എന്റെ ബോധം പോയി, ഞാൻ ഉണർന്നു തന്നെ നിന്റെ കരച്ചിൽ കേട്ടിട്ടല്ലേ എന്ന് ഫാബ് തിരിച്ചു. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പരസ്പരം വഴക്കിട്ടിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ഡോക്ടർ പുറത്തിറങ്ങി ആരെയും സഹായത്തിന് വിളിക്കാനായിട്ട് അയാൾ തനിയെ പുറത്തോട്ടിറങ്ങും. ഉടനെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനൂടി വരാന്ന് പറഞ്ഞിട്ട് ഫാബും ഡോക്ടറെ കൂടെ ചെല്ലും. ഇതെങ്ങോട്ടായി നടക്കുന്ന, കയ്യിൽ കോമ്പസ് വല്ലതും ഉണ്ടോന്ന് ഡോക്ടർ നടത്തം കണ്ടിട്ട് ഫാബ് ചോദിക്കുമ്പം അയാൾ അവനോട് എന്തായാലും ഭൂമി ഉരുണ്ടതായോണ്ട് ഏതേലും മനുഷ്യരെ കാണാതിരിക്കത്തില്ല,
അതുമല്ല കാടായോണ്ട് വല്ല ഗോത്രവർഗ്ഗക്കാരെങ്കിലും കാണാതിരിക്കത്തില്ല. ഏതേലും ഒരു മനുഷ്യനെ ഒന്ന് കണ്ടാൽ മതി, എങ്ങനെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി രക്ഷപ്പെടാന്ന് ഡോക്ടർ പറയും. പെമ്പിള്ളേരും മാർക്കും വണ്ടിയിൽ തന്നെ ഇരിക്കുമ്പം എലീസ അമ്മയ്ക്ക് അയച്ച മെസ്സേജ് ഒന്നും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് സെൻഡ് ആകുന്നില്ല. അവളത് നോക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഉരുണ്ട ഭൂമിയും ഗോത്രവർഗത്തെ നോക്കി നടക്കുന്ന ഡോക്ടറിനും ഫാബിനും ഇത്രയും നേരമായിട്ടും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കാണാൻ പറ്റിയിട്ടില്ല. ഇനി നമ്മൾ വല്ല നരഭോജികളുടെ മുന്നിൽ പെട്ടാലൊന്ന് ഫാബ് ചോദിക്കുമ്പം ഇവന്റെ ഇമാതിരി ഓരോ ചോദ്യങ്ങൾ കേട്ടിട്ട് ഇറിറ്റേറ്റഡ് ആയ ഡോക്ടർ, നിനക്ക് മിണ്ടാതെ എന്റെ കൂടെ വരാൻ പറ്റുമെങ്കിൽ വാ, ഇല്ലേല് നീ വണ്ടിയിൽ തന്നെ പോയിരുന്നോളാൻ പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടും. ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്ന എലീസയുടെ അടുത്തോട്ട് സോഫിയ എന്നിട്ട് അവളെക്കുറിച്ചും മാർഗിനെക്കുറിച്ചും ഒക്കെ പറയും. സോഫിയയ്ക്കും മാർഗിനും ഒരുപാട് ഇഷ്ടം കേട്ടോ. ഇവര് തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഏകദേശം 4 വർഷത്തോളമായി. സോഫിയയ്ക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു 3D ജ്വല്ലറിയുടെ ബിസിനസ്സും ഉണ്ട്. അവൾ ആദ്യമായിട്ട് 3Dയിൽ ചെയ്ത ഒരു മോതിരമാണ് സോഫിയയുടെ കയ്യിലിപ്പം കിടക്കുന്നത്. അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് സോഫിയ ഇനി നിന്നെക്കുറിച്ച് പറയാൻ പറയും. എലീസയാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെ ജോലിക്കിടെ അവൾ ഒരാളെ പരിചയപ്പെടും. ആ പരിചയം പിന്നെ പതിയെ പതിയെ പ്രണയമായിട്ട്. പക്ഷേ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു തരത്തിലും ചേർന്ന് പോകാൻ പറ്റത്തില്ലെന്ന് എലീസയ്ക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ എലീസ ആ ബന്ധത്തിൽ നിന്ന് തന്നെ പിന്മാറും. അത് കേട്ടതും അപ്പം നീ ഒറ്റയ്ക്കാണോ ഈ കുഞ്ഞിനെ വളർത്താൻ പോകുന്നതെന്ന് ആകാംക്ഷ അടക്കാനാവാതെ സോഫിയ ചോദിക്കും. അത് കേട്ട് എലീസ ശരിക്കും ഞെട്ടിപ്പോവും. നിനക്കെങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലായെന്ന് ചോദിക്കുമ്പം ഞാനും ഒരു പെണ്ണല്ലേ, അതൊക്കെ എനിക്ക് മനസ്സിലാകുമെന്ന് സോഫിയ പറയും. കുഞ്ഞിന്റെ കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അതിനായിട്ടാണ് ഇപ്പം നാട്ടിലേക്ക് പോകുന്നതെന്ന് എലീസ പറയും. കുറെ നടന്നിട്ടും ഡോക്ടറും ഫാബും നടന്നു കടന്നു കൂടുതൽ ഉൾക്കാട്ടിലേക്ക് പോകുന്നതല്ലാതെ അവർക്ക് ആൾതാമസമുള്ള ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് വണ്ടിയിലിരിക്കുന്ന എലീസ മുന്നിലെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത്. അത് കണ്ടിട്ട് സോഫിയെ വിളിക്കാനായിട്ട് നോക്കുമ്പം അവള് മാർക്കിനെയും ചേർത്ത് പിടിച്ച് നല്ല ഉറക്കമാ. അതുകൊണ്ട് ഇനി അവളെ കൂടെ വിളിച്ചുണർത്തണ്ടെന്ന് കരുതി എലീസ ഒറ്റയ്ക്ക് ആ വീടിനകത്തേക്ക് പോയിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ച് അവൾ അകത്തേക്ക് കയറും. അവൾ അകത്ത് കയറിയതും കാണുന്നത് ഭിത്തിയിലെല്ലാം മൃഗങ്ങളുടെ മുഖംമൂടി ധരിച്ച ധാരാളം ആളുകളുടെ ഫോട്ടോകളാണ്. അതുമല്ല അവിടെ ഒരു മാനിന്റെ തലയും ഉണ്ട്. അതേത് മാനാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സിനിമയുടെ തുടക്കത്തിൽ നമ്മളൊരു സ്ത്രീയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണിച്ചില്ലായിരുന്നോ? ഒരു സൈക്കോ കൊന്നില്ലേ? അന്നേരം നമ്മൾ കണ്ട അതേ മാൻ തന്നെയാണ് ഇപ്പോഴീ ഭിത്തിയിലിരിക്കുന്നു. യെസ്, ആ വീടാണ് ഈ വീട്. അതൊക്കെ നോക്കി എലീസ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അകത്ത മുറിയുടെ വാതിലടയുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. ഈ സമയം കാട്ടിലൂടെ നടന്നു നടന്ന് ഒടുവിൽ കുറെ ചുരുളിക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ 3 രൂപങ്ങളെ ഫാബും ഡോക്ടറും കാണും. അതുമല്ല, ആ രൂപങ്ങളുടെ താഴെ കുറച്ച് ജീവികളുടെ തലയറുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 3 നൈറ്റ്സ് ഓഫ് ഓണർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഡോക്ടറിന് എന്താ സംഭവം എന്ന് മനസ്സിലാവത്തില്ല. ഉടനെ ഫാബ്, ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഭയങ്കര റിസ്ക് ആണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട് അവൻ വേഗത്തിൽ നടക്കും. നേരത്തെ ആരോ വാതിലടയ്ക്കുന്ന പോലെ എലീസയ്ക്ക് തോന്നിയില്ലേ? അതുകൊണ്ട് അവൾ ആ മുറിയിലേക്ക് കയറി നോക്കുമ്പം അവിടെ കുറെ രൂപങ്ങളും അതിന്റെ എല്ലാം മുന്നിൽ മെഴുകുതിരികളും കത്തിച്ചു വെച്ചിരിക്കുന്നത് അവൾ കാണും. അപ്പോഴേക്കും അവിടേക്ക് മാർക്കൊഴികെ ബാക്കി എല്ലാവരും വരും. ഇതെല്ലാം കണ്ട ഫാബിന് ഈ വീട്ടിലും ആ കാട്ടിലും ഒക്കെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവും. കാരണം അവൻ ഈ നാട്ടുകാരനാണല്ലോ. ഇതിനെക്കുറിച്ചൊക്കെ പണ്ട് കുഞ്ഞായിരുന്നപ്പം ഫാബിന് അവന്റെ അമ്മൂമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലുള്ളവരാരായാലും അവരൊരു പ്രത്യേക രീതിയിലുള്ള ചെകുത്താന്മാരെ ആരാധിക്കുന്നവരാ. ഈ 3 ചെകുത്താന്മാര് സഹോദരന്മാരുവാ. അതുമല്ല, ഇവര് നരകത്തിൽ നിന്ന് വന്നതാ. ഇതിലെ 3 ചെകുത്താന്മാരില് കണ്ണില്ലാത്ത ചെകുത്താന്റെ പേരാണ് ഓസോ. കണ്ണില്ലേലും ഈ ചെകുത്താന് എല്ലാരെയും കാണാൻ പറ്റും. ഇതിനെ ആരാധിക്കുന്നതിനായിട്ട് മനുഷ്യരുടെ കണ്ണ് വേണം ബലിയായിട്ട് കൊടുക്കാൻ. ഇനി രണ്ടാമത്തെ ചെകുത്താന്റെ പേര് മാസ്ട്രസോ എന്നാണ്. അതിനാണെങ്കിൽ ചെവിയില്ല, പക്ഷെ എല്ലാ ശബ്ദങ്ങളും അതിന് കേൾക്കാൻ പറ്റും. ഈ ചെകുത്താന് വേണ്ടത് മനുഷ്യരുടെ ചെവിയാണ്. ഈ കൂട്ടത്തിലെ ഏറ്റവും മൂത്ത സഹോദരനും കൂട്ടത്തിലെ മെയിനുമാണ് കാർഗാഗ്നസോ. ആ ചെകുത്താനെ ആരാധിക്കുന്ന സമയം ആരും ഒന്നും മിണ്ടാൻ പാടില്ല. ഈ ചെകുത്താന് നാവില്ലാത്തോണ്ട് ഇതിന് ബലിയായി കൊടുക്കുന്നത് മനുഷ്യരുടെ നാക്കാണ്. ഈ കാർഗാനോസോയ്ക്ക് ചിറകുള്ള ഒരു വെള്ള കുതിരയുണ്ട്. ആരാധനയുടെ അവസാനം കണ്ണും ചെവിയും നാവും മുറിച്ചെടുത്ത മനുഷ്യരെ ഈ കുതിരയ്ക്ക് വേണ്ടി കഴുത്തറുത്ത് കൊല്ലും. അങ്ങനെയാണെങ്കിൽ ഈ ബലി പൂർത്തിയാവത്തുള്ളൂ. ഇനി ഈ ചെകുത്താന്മാരെ എന്തിനാ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് ഈ നാട്ടിൽ ഒരു കടുത്ത വരൾച്ച ഉണ്ടാവും. ഈ നാട്ടുകാർ കൃഷിക്കാരാട്ടോ. അതുകൊണ്ട് കൃഷിക്കാരായ ഈ നാട്ടുകാർക്ക് കൃഷി ചെയ്യാനും മറ്റാവശ്യങ്ങൾക്കും വെള്ളമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ കടുത്ത് ദാരിദ്ര്യം അനുഭവിക്കാൻ തുടങ്ങും. അങ്ങനെ കഷ്ടപ്പെടുന്ന ഈ കർഷകരുടെ മുൻപിൽ ഒരിക്കൽ സഹോദരന്മാരായ ഈ 3 ചെകുത്താന്മാരും പ്രത്യക്ഷപ്പെടും. എന്നിട്ട് നിങ്ങൾ ഇനി മുതൽ ഞങ്ങളെ ആരാധിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ തരാന്ന് പറയും. ചുമ്മാ ആരാധിച്ചാൽ മാത്രം പോരാ, ബലിയായിട്ട് മനുഷ്യരെ മൃഗങ്ങളെയൊക്കെ കൊടുക്കുകയും വേണം. അങ്ങനെ ഈ ചെകുത്താന്മാര് പറഞ്ഞതനുസരിച്ച് ബലി കൊടുക്കാൻ നോക്കിയിരുന്ന കർഷകർക്ക് മുമ്പിലേക്ക് ഒരിക്കൽ വഴിതെറ്റി ഒരു സ്ത്രീ വരും. അങ്ങനെ ഈ സ്ത്രീയെ അവര് ബലി കൊടുക്കും. അതോടെ വർഷങ്ങൾക്ക് ശേഷം ഈ നാട്ടില് മഴ പെയ്യാനും
അതുകൊണ്ട് വരൾച്ച മാറാനും ഒക്കെ തുടങ്ങും. ഈ ചെകുത്താന്മാര് പറഞ്ഞതുപോലെ ബലി കൊടുത്താൽ തങ്ങൾക്ക് വേണ്ട സമ്പത്തെല്ലാം കിട്ടുമെന്ന് മനസ്സിലായതും ഈ നാട്ടിലെ കർഷകര് ഈ ചെകുത്താന്മാരെ ആരാധിക്കാൻ തുടങ്ങി. പലപ്പോഴും ഈ നാട്ടിൽ വെച്ച് ഇതുവഴി യാത്ര ചെയ്യുന്നവരെ കാണാതാവുന്നുണ്ട്. അവരെയൊക്കെ ക്രൂരന്മാരായ ഈ കർഷകര് ബലി കൊടുത്തതായിരിക്കും. ഈ കഥ കേട്ട് 3 പേരും നല്ലപോലെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഫിയ ഒരു ആശ്വാസത്തിനായിട്ട്, ചിലപ്പോൾ നീ കുഞ്ഞായിരുന്നപ്പം നിന്നെ ഒന്ന് പേടിപ്പിക്കാന്ന് കരുതി നിന്റെ അമ്മൂമ്മ ചുമ്മാ ഓരോന്ന് പറഞ്ഞതായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. ഈ കഥകളെല്ലാം കേട്ട് തലമരവിച്ച ഡോക്ടറാണേല് തൽക്കാലം ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ച് നമുക്ക് ടെൻഷൻ അടിക്കണ്ട, വണ്ടി എങ്ങനെയും ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് എല്ലാരും വണ്ടിയുടെ അടുത്തോട്ട് പോകും. മാർക്കിനാണേല് കാലൊടിഞ്ഞുകൊണ്ട് നല്ല വേദനയുണ്ട്. അവന്റെ വേദന കണ്ട് സോഫിയയ്ക്കും സങ്കടം വരും. എത്രയൊക്കെ ശ്രമിച്ചിട്ടും വണ്ടി ശരിയാവുന്നുമില്ല. അങ്ങനെ രാത്രിയാവും. ആരെയും സഹായത്തിന് വിളിക്കാന്ന് വെച്ചാൽ ആരുടെയും ഫോണിൽ റേഞ്ചും ഇല്ല. സഹായത്തിനൊട്ട് ഒരു മനുഷ്യ കുഞ്ഞിനെ കാണുന്നുമില്ല. അപ്പോഴാണ് ഫാബിന് മുള്ളാൻ മുട്ടിയിട്ട് അയാള് പുറത്തേക്ക് ഇറങ്ങുന്നത്. മുള്ളിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവനെ തന്നെ നോക്കി നിൽക്കുന്ന മുഖംമൂടി ധരിച്ച 2 മനുഷ്യരെ ഫാബ് കാണുന്നത്. ഈ സമയം വണ്ടിയിലിരിക്കുന്ന സോഫിയ എലീസയും ഡോക്ടറും ആ തടിവീടിനകത്തുനിന്ന് ആരോ അലറിക്കരയുന്ന ശബ്ദം കേൾക്കും. അതൊരു കൊച്ചു പെൺകുട്ടിയുടെ കരച്ചിലാണെന്ന് മനസ്സിലായതും സോഫിയയും എലീസയും മാർക്കിനെ ശ്രദ്ധിക്കാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് ഇവര് രണ്ടൂടെ ആ വീടിനകത്തേക്ക് കയറും. പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് ആ വീടിന്റെ മച്ചിന്റെ മുകളിൽ നിന്നാ. പുറത്തുനിന്ന് തുറക്കാൻ പറ്റുന്ന ഒരു വാതിലും ആ മച്ചിനോട് ചേർന്നുണ്ട്. ഉടനെ സോഫിയ എലീസയോട് നീ ഇവിടെ നിൽക്ക്, ഞാൻ മുകളിൽ പോയി കരയുന്നതാരാന്ന് നോക്കാം, നമ്മൾ 2 പേരുടെ പോകുന്നത് അപകടമാണെന്ന് പറഞ്ഞിട്ട് അവള് മച്ചിനകത്തോട്ട് പോകും. അന്നേരമാണ് മുള്ളാൻ പോയ ഫാബ് പേടിച്ച് ഓടി വരുന്നത് ഡോക്ടർ കാണുന്നത്. എന്താ പറ്റിയെന്ന് അയാൾ ചോദിക്കുമ്പം പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങ്, ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞിട്ട് ഫാബ് ഡോക്ടറിനെ കൊണ്ട് നേരെ വീടിനകത്തേക്ക് പോകും. നമ്മുടെ മാർക്ക് തനിച്ച് ആ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇവര് അകത്തേക്ക് വരുന്നത് കണ്ടിട്ട് എന്തു പറ്റിയെന്ന് എലീസ ചോദിക്കുമ്പം ഫാബും ഡോക്ടറും അവളെ കൂടെ നിർബന്ധിച്ച് മച്ചിനകത്തേക്ക് കയറ്റും. ഇവര് അകത്ത് കയറി നോക്കുമ്പം കാണുന്നത് ചുള്ളിക്കമ്പ് കൊണ്ട് നിർമ്മിച്ച് നമ്മുടെ ഈ പുൽക്കൂടില്ലേ, അതുപോലെ ചുള്ളിക്കമ്പ് കൊണ്ട് ഒരു കൂട് പോലെ ഉണ്ടാക്കി അതിനകത്തൊരു പെൺകുട്ടിയെ വെച്ചേക്കുന്ന. ഇവരെ കണ്ടിട്ട് അവള് പേടിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ നമ്മളെല്ലാം ഒരുപോലെ ഞെട്ടിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്ലാസ് ജാറിൽ ഈ പെൺകുട്ടിയുടെ നാവ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുമുണ്ട്. അവളെ കണ്ട സോഫിയ മറ്റൊന്നും ആലോചിക്കാതെ ആ ചുള്ളിക്കമ്പ് മാറ്റി ആ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് നോക്കും. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ട് എലീസ ആ മച്ചിന്റെ ജനലിന് നേരെ അതെന്താന്ന് പോയി നോക്കുന്നത്. പെട്ടെന്ന് അതിഭയങ്കരമായ രീതിയിൽ സൈറൺ മുഴങ്ങി ചുമന്ന ഒരു വെളിച്ചം അവിടെ മൊത്തം പരക്കും. ഇതൂടി കേട്ടതോടെ ആ പെൺകുട്ടി പേടിച്ച് കരയാൻ തുടങ്ങും. എന്താ കാര്യമെന്നറിയാനായിട്ട് ബാക്കി 3 പേരുടെ ആ ജനലി വഴി പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് മുഖംമൂടി ധരിച്ച് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ 3 പേര് വണ്ടിയിലിരുന്ന മാർക്കിനെ വലിച്ചഴിച്ച് ഈ വീടിനകത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഇത് കണ്ട് സോഫിയ മറ്റൊന്നും ആലോചിക്കാതെ ഉടനെ തന്നെ മാർക്കിനെ രക്ഷിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങിയതും ഡോക്ടർ ബലമായിട്ട് അവളെ തടഞ്ഞു വെച്ചിട്ട് സോഫിയ ബഹളം വെക്കാതിരിക്കാനായിട്ട് അവളുടെ വായു അയാൾ തപ്പിപ്പിടിക്കും. സോഫിയ ബഹളം വെക്കുന്നത് താഴെ നിൽക്കുന്നവർ കേട്ട ഇവരുടെ അവസ്ഥ എന്താകുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എലീസയും ഫാബും അനങ്ങാതെ ശബ്ദം ഉണ്ടാക്കാതെ അവിടെ തന്നെ നിൽക്കും. മാർക്കിനെ ഇവർ വലിച്ചഴിച്ചുകൊണ്ട് വരുന്നത് ഈ വീടിന്റെ ഹാളിലേക്കാ. എന്നിട്ടവനെ നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീയെ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടില്ലേ, അതുപോലെ തന്നെ മാർക്കിനെയും ഇവര് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയിടും. ഈ 3 സൈക്കോകളും ധരിച്ചിരിക്കുന്ന മുഖംമൂടി നേരത്തെ 3 ചെകുത്താന്മാരുടെ മുഖം കാണിച്ചില്ലേ, അതേപോലത്തെ മുഖംമൂടിയാട്ടോ. അതിലൊരു സൈക്കോ ഒരു ചുറ്റിക എടുത്തിട്ട് ആദ്യം മാർക്കിന്റെ കാല് തല്ലിയൊടിക്കും. എന്നിട്ടൊരു പ്രത്യേക മുഖംമൂടി അവന്റെ മുഖത്ത് വെച്ചിട്ട് അവന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ച് അവനെ കൊല്ലും. അങ്ങനെ മാർക്കിനെ കൊന്നിട്ട് അവന്റെ ശരീരം ഇവർ വലിച്ചഴിച്ച് പുറത്തോട്ട് കൊണ്ടുപോകും. ഇതെല്ലാം കണ്ട് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ നിൽക്കുകയാണ് സോഫിയയും ബാക്കിയുള്ളവരും. ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ പോട്ടേന്ന് വെക്കാം. സോഫിയയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ഒരു വിധത്തില് ആ ചുള്ളിക്കമ്പുകളെല്ലാം വലിച്ചു പറിച്ച് അതിനകത്തിരിക്കുന്ന പെൺകുട്ടിയെ പുറത്തിറക്കും. സോഫിയ ആണെങ്കിലും ആകെപ്പാടൊരു മരിച്ച അവസ്ഥയിലിരിക്കുക. എലീസ ഒരു വിധത്തില് സോഫിയ നിർബന്ധിച്ച് പുറത്തിറക്കി അവരാ വീടിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പോഴേക്കും രാവിലെയായി. രാവിലെ ഇവർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സേഫാ. രാത്രിയിലാണ് ആ സൈക്കോകൾ വരുന്നത്. ഇപ്പോഴും ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഇവർക്ക് ആർക്കും ഒരു പിടിയില്ല. എങ്കിലും എങ്ങോട്ടെന്നില്ലാതെ ഇവർ 5 പേരോടെ ഓടാൻ തുടങ്ങും. ഓടി ഓടി ഒരിടത്ത് ചെല്ലുമ്പം കുറെ കാറുകൾ കിടക്കുന്നത് ഇവർ കാണും. ഒന്നും രണ്ടൊന്നുമല്ല, കുറെ കാറ്. അതിൽ ചിലതിലൊക്കെ രക്തം പുരണ്ട പാടുകളും വഴിയിലൊരു പാവയൊക്കെ കിടപ്പുണ്ട്. മിക്കവാറും ഇതെല്ലാം കാട്ടിലൂടെ വഴിതെറ്റി വന്ന യാത്രക്കാരുടെ കാറുകളായിരിക്കും. അവരെല്ലാം ആ സൈക്കോകൾ കൊന്നും കാണും. എല്ലാരും ഇതെല്ലാം കണ്ട് പേടിച്ച് അന്തം വിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് നീമാരിങ്ങനെ വടി പിഴിഞ്ഞ പോലെ നിൽക്കാതെ രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കാൻ ഡോക്ടർ പറയുമ്പം സോഫിയയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും.
അവളെ സംബന്ധിച്ച് ജീവനായിട്ട് കരുതിയിരുന്ന മാർക്കിനെ ആ സൈക്കോകൾ കൊന്നു. അവക്കാണെങ്കിൽ അവനെ രക്ഷിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് ആ ദേഷ്യം മൊത്തം അവള് ഡോക്ടറിനോട് തീർക്കും. താനൊക്കെ എവിടുത്തെ ഡോക്ടറാടോ? ഒരാളെ രക്ഷിക്കാനല്ലേ ഏതൊരു ഡോക്ടറും ശ്രമിക്കുന്നേ? അതിന് താൻ ഡോക്ടർ തന്നെയാന്ന് എന്താ ഉറപ്പ്? ഏത് ഡോക്ടറാടോ കാർപൂളി സഞ്ചരിക്കുക? താൻ ഒറ്റയാള് കാരണോ മാർഗ് മരിച്ചേന്നൊക്കെ പറഞ്ഞ് അവള് ദേഷ്യപ്പെടുമ്പം ഇതെല്ലാം കേട്ട ഡോക്ടറിനും ദേഷ്യം വരും. നിന്റെ ആ കാമുകൻ ഒറ്റയൊരുത്തൻ കാരണമാണ് നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയത്. അവൻ വണ്ടി ഓടിക്കണമെന്ന് നിർബന്ധം പിടിച്ചില്ലായിരുന്നില്ല നമ്മളെല്ലാം ഇപ്പൊ വീട് പിടിച്ചേനേന്ന് പറഞ്ഞ് അയാളും ദേഷ്യപ്പെടും. ഇവരിങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് കണ്ടിട്ട് നിങ്ങളിങ്ങനെ വഴക്കിട്ട് നിന്നാ പ്രശ്നങ്ങളെല്ലാം തീരുമോയെന്ന് ചോദിച്ചിട്ട് ഫാബ് അവരെ ഒന്ന് ഓക്കെ ആക്കാൻ നോക്കും. എന്നിട്ടും ഇവര് കിടന്ന് വഴക്കിടുന്നാണ്ട് എലീസയ്ക്ക് ദേഷ്യം വന്നിട്ട് വഴക്ക് തീരുമ്പം വിളിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് അവള് കാറുകളുടെ അടുത്തേക്ക് ചെല്ലും. ഇവരെ രക്ഷിച്ച ആ പെൺകുട്ടിയില്ലേ, അവളൊരു കാറിൽ കയറി ഇരിപ്പുണ്ട്. ഈ പെൺകുട്ടിയെയും അവളുടെ അമ്മയും കാണാനില്ലെന്ന വാർത്തയാണ് നേരത്തെ ഇവര് പത്രത്തിൽ കാണുന്നതെന്ന കാര്യം എലീസയ്ക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അവളിപ്പോ ഇരിക്കുന്നത് അവളും അമ്മയും കൂടെ വന്ന ആ കാറിലാ. അവളുടെ അമ്മയെ ഇവര് കൊന്നെന്ന് ആംഗ്യത്തിലൂടെ ആ പെൺകുട്ടി കാണിക്കും. എന്നിട്ട് ആ കാറിൽ നിന്നൊരു ഡയറി എടുത്ത് എലീസയെ കാണിക്കും. ആ ഡയറി അവളുടെയാ. അവളുടെ പേര് കിയാര എന്നാട്ടോ. കിയാരയുടെ ഡയറിയിൽ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും ഒക്കെ ഫോട്ടോയും ഉണ്ട്. നിലവില് ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് കിയാര. ആ സ്ഥിതിക്ക് ഈ കാട്ടീന്ന് പുറത്തിറങ്ങാൻ പറ്റിയ വഴി വല്ലതും നിനക്കറിയാവോന്ന് എലീസ ചോദിക്കും. കാട്ടീന്ന് പുറത്തിറങ്ങാനുള്ള വഴി അറിയത്തില്ലേലും ഇവിടേക്ക് അമ്മയോടൊപ്പം വന്ന വഴിയെങ്കിലും അറിയാവോന്ന് ചോദിക്കുമ്പം കിയാര ഇതൊരു കാടല്ലെന്ന് എഴുതി കാണിക്കുമ്പോഴാണ് വീണ്ടും ആ സൈറൻ മുഴങ്ങാൻ തുടങ്ങുന്നത്. ആ സൈറന്റെ ശബ്ദം കേട്ടതോടെ ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി ബാക്കി 3 പേരും വേഗത്തിൽ അവിടുന്ന് മുന്നോട്ട് പോകും. അങ്ങനെ ലക്കും ലഗാനും ഇല്ലാതെ നടന്നു നടന്നെത്തിയ സ്ഥലം കണ്ട് ഇവര് വീണ്ടും ഞെട്ടിപ്പോവും. യാത്ര തുടങ്ങിയ ആ മരവീടിന്റെ മുന്നിൽ തന്നെയാണ് ഇവര് വീണ്ടും എത്തിയിരിക്കുന്നത്. എന്തായാലും ഭൂമി ഉരുണ്ടതാന്ന കാര്യം ഇപ്പം ഡോക്ടറിന് ശരിക്കും മനസ്സിലായി കാണും. പക്ഷേ ഇവരെ ഞെട്ടിച്ച വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവര് വന്ന ആ വണ്ടിയില്ലേ അതവിടില്ല. ഇതോടെ ശരിക്കും പെട്ടുപോയെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇങ്ങനൊരു ഊരാക്കുടുക്കിന്ന് രക്ഷപ്പെടാനുള്ള വിശ്വാസമൊക്കെ എല്ലാവർക്കും കുറേശ്ശെ നഷ്ടമാകാനും തുടങ്ങും. അപ്പോഴാണ് ഡോക്ടർ ഫാബിന് നേരെ തിരിഞ്ഞിട്ട് നീ ജനിച്ചത് വളർന്നതല്ല ഈ നാട്ടിലല്ലേ, ആ സ്ഥിതിക്ക് ഇങ്ങനൊരു കാടിനെ കുറിച്ചും അതിലേക്കുള്ള വഴിയുമൊക്കെ നിനക്കറിയായിരിക്കുമല്ലോ എന്ന് ചോദിച്ച് അവനോട് ദേഷ്യപ്പെടും. ഇത് കേട്ടതോടെ പാവം പിടിച്ച ഫാബ് കരയാൻ തുടങ്ങും. അവൻ ജനിച്ചതൊക്കെ ഈ നാട്ടിൽ തന്നെ, പക്ഷെ പഠിച്ചത് റോമിലായിരുന്നല്ലോ. അതുമല്ല കുട്ടിക്കാലത്ത് അമ്മുമ്മ പറഞ്ഞ കഥകളൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് ഇത്രയും നാളും ഫാബും വിചാരിച്ചത്. ഇവടിപ്പം പെട്ടുപോയപ്പോഴാണ് അതെല്ലാം സത്യമാണെന്ന് അവന് മനസ്സിലായത് തന്നെ. അവൻ അതും പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങും. അപ്പോഴാണ് കാറിൽ നിന്ന് വീണ ഒരു ബിയറിന്റെ ബോട്ടിൽ ഫാബിന് കിട്ടുന്നത്. കിയാരയാണേലും ആകെപ്പാട് പേടിച്ച് എലീസയും കെട്ടിപ്പിടിച്ച് നിൽക്കുക. ഉടനെ എലീസയ്ക്കും സോഫിയയ്ക്കും ഒരു ബുദ്ധി തോന്നും. രാത്രി ആയാലല്ലേ ആ സൈക്കോകള് ആക്രമിക്കാനായിട്ട് പുറത്തിറങ്ങത്തുള്ളൂ. അതുകൊണ്ട് പകൽ ഇവരെല്ലാരും സേഫ് ആണല്ലോ. അതുകൊണ്ട് തൽക്കാലം രാത്രിയാകുന്നവരെ വീടിനകത്ത് തന്നെ ഇരിക്കാന്നും പറഞ്ഞിട്ട് എല്ലാവരുടെ അതിനകത്തേക്ക് പോവും. വീടിനകത്തിരുന്ന് അവർ ഈ വഴിയിൽ നിന്ന് കിട്ടിയ ബിയർ അത് ഷെയർ ചെയ്ത് കുടിക്കും. എന്നിട്ട് സമയം പോകാനായിട്ട് എല്ലാവരും അവരവരുടെ കഥകൾ പറയാൻ തുടങ്ങും. അപ്പോഴാണ് ഡോക്ടർ നേരത്തെ സോഫിയ ചോദിച്ചില്ലേ താൻ ഏത് ഡോക്ടറാടോ കാർപൂളി സഞ്ചരിക്കുന്നതെന്നൊക്കെ ദേഷ്യപ്പെട്ടില്ലായിരുന്നോ? അതുകൊണ്ട് ആളുടെ കഥ പറയാൻ തുടങ്ങും. അയാൾ ശരിക്കും ഒരു ഡോക്ടർ തന്നെ ആട്ടോ. പക്ഷേ ഒരിക്കൽ അയാളുടെ ശ്രദ്ധക്കുറവ് കാരണം ഒരു രോഗി മരിക്കും. അതോടെ ആ ഡോക്ടറിന്റെ ജോലിയും പോയി സസ്പെൻഷനിലും ആകും. അങ്ങനെ ജോലി ഇല്ലാതായതോടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ചും പോവും. നാട്ടിലിപ്പം പ്രായമായ അമ്മയും ആളുടെ ഒരു ചെറിയ മോളുണ്ട്. അവരും മാത്രമാണ് ഉള്ളത്. അവരെ കാണാനും ഇനി അവർക്കൊപ്പം ജീവിക്കാനും വേണ്ടിയാണ് ഡോക്ടർ കലാബ്രിയയിലേക്ക് പോകുന്നത്. ഫാബിന്റെ കാര്യം പറഞ്ഞാൽ അവൻ ഈ നാട്ടുകാരനാന്ന് അവൻ ആരോടും പറഞ്ഞാൽ പിന്നെ ആരും അവനെ അടുപ്പിക്കാറില്ല. അതുമല്ല സാമ്പത്തികമായിട്ടും ആള് നല്ല ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഡയറക്ടർ ആകണമെന്നുള്ള ആഗ്രഹമൊക്കെ മാറ്റി നിർത്തി അവൻ വണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങിയത്. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുള്ളത് കാരണം ഫാബ് അതൊക്കെ ഒന്ന് മാറ്റി എല്ലാരെയും ഒന്ന് ചിരിപ്പിക്കാനായിട്ട് ഓരോരോ തമാശകൾ പറഞ്ഞ് എല്ലാരെയും ചിരിപ്പിക്കും. എല്ലാരും ഉറങ്ങാൻ കിടന്നിട്ടും മാർക്കിന്റെ മരണം ഓർത്തിട്ട് സോഫിയയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവളുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയ എലീസ ഓരോന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എലീസ പറയുന്നത് കേട്ടിട്ട് തൽക്കാലത്തേക്ക് ഒരു സമാധാനം തോന്നിയ സോഫിയ അവൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആ 3D മോതിരം ഉണ്ടല്ലോ അത് എലീസയ്ക്ക് കൊടുക്കും. എന്നിട്ട് അവരും പതിയെ ഉറങ്ങാൻ കിടക്കും. നല്ല ഉറക്കത്തിൽ കിടക്കുന്ന എലീസ ഉണരുന്നത് വീണ്ടും വലിയ രീതിയിൽ ആ സൈറൺ മുഴങ്ങുന്നത് കേട്ടിട്ടാ. അവൾ ഉടനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവും. എന്താന്ന് വെച്ചാൽ ആ വീടിന് മുന്നിൽ വലിയൊരു ജനക്കൂട്ടം. അവരാണേല് പലതരത്തിലുള്ള മാസ്കുകൾ മുഖത്ത് വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് അവിടെ സോഫിയയും ഡോക്ടറിനെയും കെട്ടിയിട്ടിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ കിയാര, അവളെയും ചുള്ളിക്കമ്പിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഈ മുഖംമൂടി ധരിച്ചവരെല്ലാം ഒരു പ്രത്യേക രീതിയിൽ നാവ് കൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എന്തോ പൂജ നടക്കാൻ പോകട്ടോ. അപ്പോഴേക്കും കസേരയിൽ ആരോ കെട്ടിയിട്ടിരുന്ന ഫാബ്
ഒരു വിധത്തിൽ ആ കെട്ടഴിച്ച് ഓടി വന്ന് എലീസയെ വലിച്ച് അകത്തേക്ക് കയറ്റി വാതിലടയ്ക്കും. അകത്ത് കയറിയ എലീസയും ഫാബും ഗ്ലാസ്സിലൂടെ നോക്കുമ്പം ചെകുത്താന്മാരുടെ മുഖംമൂടി ധരിച്ച ആ 3 സൈക്കോകളില്ലേ, അവര് 3 പേരും എന്തൊക്കെയോ മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് നേരത്തെ മുറിച്ച കിയാരയുടെ നാവ് ബലിയർപ്പിക്കും. എന്നിട്ട് സോഫിയയുടെ കണ്ണും ഡോക്ടറിന്റെ ചെവിയും മുറിച്ചിട്ട് അവസാനം അവരെ കൊന്ന് ആ ചെകുത്താന്മാർക്ക് ബലി കൊടുക്കും. ഇതെല്ലാം കണ്ട് പേടിച്ചു പോയ ഫാബു എലീസയും ഒരാശ്വാസത്തിനായിട്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. അപ്പോഴാണ് നിലത്ത് കിടക്കുന്ന ഇവര് തലേന്ന് രാത്രി കുടിച്ച ആ ബിയറിന്റെ കുപ്പിയില്ലേ, അത് എലീസ ശ്രദ്ധിക്കുന്നത്. അന്നേരമാണ് ഇന്നലെ രാത്രി എല്ലാരും ബിയർ കുടിച്ചിട്ടും ഫാബു മാത്രം ബിയർ കുടിക്കാതിരുന്ന കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. ഉടനെ അവള് സത്യം പറ, നീയും ആ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിലല്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ട് ഫാബ് ഞെട്ടിയിട്ട്, നീ ഇതെന്തോ മണ്ടത്തരമായി പറയുന്നത്, ഞാൻ കാരണമാണോ വണ്ടി ഇടിച്ചത്, ഞാൻ അവരുടെ കൂട്ടത്തിലുള്ളതൊന്നുമല്ല, നേരിട്ട് ഇതൊക്കെ കാണുന്നത് വരെ സോഫിയ പറഞ്ഞ പോലെ എന്റെ മുത്തശ്ശി ചുമ്മാ ഓരോ കഥ പറഞ്ഞു തന്നാണ് ഞാൻ കരുതിയെന്നും പണ്ട് അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. അന്നേരമാണ് ഫാബിന്റെ ചെവിയിലൂടെ ഹെഡ്സെറ്റ് വഴി ഒരു സ്ത്രീ സംസാരിക്കുന്ന ശബ്ദം അവള് കേൾക്കുന്നത്. ഉടനെ എലീസ ആ ഡിവൈസ് അവന്റെ ചെവിയിൽ നിന്ന് എടുത്തിട്ട് ആ സ്ത്രീ പറയുന്നത് എന്താന്ന് കേട്ടു നോക്കും. ആ സ്ത്രീ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്കിതൊന്നും പോരാ, നീ ഒന്നുകൂടെ ശ്രമിക്കുന്നൊക്കെയാണ്. ഇതോടെ ഫാബാണ് കൂട്ടത്തിലെ ചതിയനെന്ന് മനസ്സിലാക്കിയ എലീസ, ആർക്കും റേഞ്ച് കിട്ടാത്ത ഇവിടെ നിനക്ക് മാത്രം അങ്ങനെ റേഞ്ച് കിട്ടിയെന്ന് ചോദിക്കും. ഇതോടെ പണി പാളിയെന്ന് മനസ്സിലാക്കിയ ഫാബിന്റെ സ്വഭാവം മാറാൻ തുടങ്ങും. മര്യാദയ്ക്ക് ഹെഡ്സെറ്റ് അടിയില്ലെങ്കിൽ മറ്റുള്ളവരെക്കാളി കഷ്ടമായിരിക്കും നിന്റെ അവസ്ഥയെന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടിട്ട് ഈ ഹാളിൽ ഒരു മാനിന്റെ തലയില്ലേ, അതിന്റെ കണ്ണിലോട്ട് നോക്കി ഈ നശിച്ചവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ പറയും. ഇത് കേട്ട് നമ്മുടെ എലീസയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ തന്നെ അടച്ചിട്ട വാതിൽ തുറന്ന് ഒരു സൈക്കോ വന്ന് അവളെയും പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. ബോധം വരുമ്പം എലീസയെ തലയിൽ ഒരു ചാക്കൊക്കെ ഇട്ട് മൂടി കസേരയിൽ ഇരുത്തിയേക്കുക. ഒരാൾ വന്ന് അവളുടെ തലയിലെ ആ ചാക്ക് മാറ്റും. എലീസയുടെ കൈയാണില് രണ്ടും കസേരയിൽ ആണി അടിച്ചിങ്ങനെ ചേർത്ത് വെച്ചേക്കുക. ഒരു പയ്യനാണേല് അവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അവിടെ തന്നെ നേരത്തെ പത്രത്തിൽ കണ്ട ഇവിടുത്തെ ആ മേയർ ഉണ്ടല്ലോ, ആ സ്ത്രീ ഇരിപ്പുണ്ട്. എലീസയുടെ മുന്നിലാണേല് വലിയൊരു ടേബിളും അതിനു ചുറ്റും ആ ഗ്രാമത്തിലെ സാധാരണക്കാരായ ആളുകളും മേയറും എല്ലാം കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുക. ഈ ഗ്രാമത്തിലുള്ളവരും ആ ചെകുത്താനെ ആരാധിക്കുന്നവരാട്ടോ. ഇതെല്ലാം മനസ്സിലാക്കിയ എലീസ അവിടെ നിന്ന് പേടിച്ച് കരയാൻ തുടങ്ങും. അവള് സഹായിക്കാനായിട്ട് മേയറോട് കരഞ്ഞു പറയുമ്പം അവിടെ ഇരിക്കുന്ന ആ കർഷകരുണ്ടല്ലോ, അവര് എലീസയെ കളിയാക്കി അവരും കരയാൻ തുടങ്ങും. ഇതെല്ലാം കണ്ട മേയർ അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് അവരെഴുന്നേറ്റ് എലീസയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവളെ ഒന്ന് സ്നേഹത്തോടെ തലോടിയിട്ട്, നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, നീ കരയുന്ന കണ്ടാലൊന്നും ഈ മനുഷ്യർക്ക് നിന്നോടൊരു സഹതാപവും തോന്നില്ല. ഇവിടെ മനുഷ്യരെ ബലി കൊടുക്കുന്നത് ഇവരുടെ ഒരു ആരാധനയുടെ ഭാഗമായിട്ടാ. എനിക്ക് ഈ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നാലേ പറ്റത്തുള്ളൂ. കാരണം അവരാണ് എന്നെ ജയിപ്പിച്ച് മേയറാക്കിയത്. ഇവരെന്നെ സഹായിക്കുന്നതിന് പകരമായിട്ട് ഞാനും ഇവർ ഈ ചെയ്യുന്നതൊക്കെ കണ്ടില്ല എന്നങ്ങ് നടിക്കും. അതുമല്ല, നമ്മളായിട്ട് ആരുടെയും വിശ്വാസത്തിൽ തലയിടാൻ പാടില്ല. നിന്നെ കൂടി കൊന്നാലേ ബലി പൂർത്തിയാവത്തുള്ളൂ. മരിക്കുന്നതിൽ നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരു നാടിന്റെ നന്മയ്ക്കായിട്ട് നിന്റെ ജീവൻ ബലി കൊടുക്കുന്നതിൽ സന്തോഷിക്കണം എന്നും പറഞ്ഞിട്ട് ആ മേയർ അവിടുന്ന് പോവും. ഉടനെ ഒരാൾ വന്ന് കരയുന്ന എലീസയെ അവിടുന്ന് ഒരു മുറിയിലോട്ട് കൊണ്ടുപോകും. ആ മുറിയിലാണെങ്കിൽ പല പല മുറികളുടേതെന്ന് തോന്നിപ്പിക്കുന്ന കുറെ ക്യാമറ വിഷ്വൽസും വലിയൊരു സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് എലീസയ്ക്ക് എന്തെവിടെ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. അവളാണെങ്കിൽ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരുന്ന് കരയുക. അപ്പോഴാണ് ചതിയനായ ഫാബ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവനെ കണ്ടതും ദേഷ്യം വന്ന എലീസ കരച്ചിൽ നിർത്തിയിട്ട് പേടിച്ച് ഒളിച്ചിരിക്കാതെ മുന്നിലേക്ക് വടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. ഉടനെ ഫാബ് ചിരിച്ചോണ്ട്, എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം നീ മരിക്കും. അതിനു മുമ്പ് സത്യമല്ല അറിഞ്ഞിട്ട് മരിച്ചോ, അതാകുമ്പോൾ നിന്റെ ആത്മാവിനൂടെ ഇച്ചിരി മനസമാധാനം കിട്ടുമെന്നും പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറയും. ഇവിടുത്തെ മാഫിയ ഗ്യാങ്ങിന് അവരുടെ ആരാധനയുടെ ഭാഗമായിട്ട് ബലി കൊടുക്കാൻ മനുഷ്യരെ വേണം. ആ ജോലി അവരിപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഫാബിനെയാണ്. അതുമല്ല, ഇതിനകത്തൊരു വമ്പൻ ടിസ്റ്റ് എന്താന്ന് വെച്ചാൽ, മാഫിയ ഈ മനുഷ്യരെ കൊല്ലുന്നതെല്ലാം ഫാബ് ഈ വീടിന്റെ പല ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറ വഴി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുമല്ല, ഇവരുടെ യാത്രയുടെ തുടക്കത്തിലും ഫാബ് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഓർക്കുന്നില്ലേ? ഈ മനുഷ്യരെ കൊന്നതും അതിന്റെ എല്ലാം വീഡിയോയും എടുത്ത് ഫാബ് ഒരു വലിയ വീഡിയോ ആക്കിയിട്ട് അത് ഡാർക്ക് വെബിൽ അപ്ലോഡ് ചെയ്യാനാണ് ഫാബിന്റെ മാഫിയ ഗ്യാങ്ങിന്റെ പ്ലാൻ. പിന്നെ നമ്മൾ കണ്ട മേയർ ഇല്ലേ, ആ സ്ത്രീ ഫാബിന്റെ സ്വന്തം അമ്മയാട്ടോ. ഫാബിന് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ ചുമ്മാ കള്ളം പറഞ്ഞതാ. അവനൊരു ഡയറക്ടർ ആവാൻ തന്നെ ആഗ്രഹം. അതിനവൻ പ്ലാൻ ചെയ്ത് ഡ്രൈവറായി ഇവരെ ട്രാപ്പിലാക്കിയിട്ട് ഉപദ്രവിച്ചു കൊല്ലുന്ന വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തതാ. സത്യത്തില് ഈ ഗ്രാമത്തിലുള്ളവരാരും ഈ ഫാബു പറഞ്ഞ പോലെ ചെകുത്താന്മാരെ ആരാധിക്കുന്നവരൊന്നുമല്ല. ഇവർക്കെല്ലാം ആരാധന മാഫിയ ഗ്യാങ്ങിലെ സഹോദരന്മാരായ ആ 3 തലവന്മാരെയാ. ഇത് കേട്ടതും ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന എലീസ ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവള്, ഇനി ഈ കഥയുടെ ബാക്കി ഞാൻ പറയാം,
നിന്റെ 3 ചെകുത്താന്മാരുടെയും പേരുകൾ തന്നെ ആയിരിക്കും ഈ മാഫിയ ഗ്യാങ്ങിലെ ആ തലവന്മാരുടെയും പേരുകൾ. ഈ വീഡിയോ ഡാർക്ക് വെബിൽ ഇടുന്നതിലൂടെ മറ്റുള്ളവർ പേടിക്കുമായിരിക്കും അല്ലേ? പക്ഷേ നീ നോക്കിക്കോ, ഞാൻ എങ്ങനെ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് എലീസ അവനെ വെല്ലുവിളിക്കും. ഇത് കേട്ട് ഫാബിന് വീണ്ടും ദേഷ്യം വരും. എല്ലാവരെക്കാളും ക്രൂരമായ മരണമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് അവൻ ക്യാമറ എല്ലാം ഓഫ് ചെയ്തു പോകും. സത്യങ്ങളെല്ലാം മനസ്സിലായ എലീസയ്ക്കും അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ പാടില്ലെന്നൊരു വാശിയും തോന്നും. ആ തോന്നലില് കയ്യിലെ ആണി അവൾ കഠിനമായ വേദന സഹിച്ചിട്ടാണേലും കസേരയിൽ നിന്നും കൈ വലിച്ചൂരിയെടുക്കും. എന്നിട്ട് അവൾ പുറത്തിറങ്ങി നോക്കുമ്പം അവളിപ്പം ഇരുന്ന ആ മുറിയുണ്ടല്ലോ, അത് താൽക്കാലികമായിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കെട്ടിടവാ. അവിടുന്ന് ശബ്ദം ഉണ്ടാക്കാതെ പുറത്തിറങ്ങിയ എലീസ തൊട്ടടുത്ത് കണ്ട ഒരു വണ്ടിയിലെത്തി നോക്കുമ്പം അതില് ഇവര് കൊന്ന മാർക്കിന്റെയും സോഫിയയുടെയും ഡോക്ടറിന്റെയും എല്ലാവരുടെയും ബോഡി കാണും. അത് കണ്ട് വിഷമിച്ച് എലീസ നോക്കുമ്പം പുറത്താണെങ്കിൽ കുറെ തോക്കുകളൊക്കെ വെച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് ഒരു വണ്ടിയിൽ നിന്ന് ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം എലീസ കേൾക്കുന്നത്. ആ കാഴ്ച അവളെ ശരിക്കും ഞെട്ടിക്കും. വിശ്വാസം വരാതെ എലീസ ഒന്നുകൂടെ അതിനകത്തേക്ക് നോക്കുമ്പം ആ വണ്ടിയിലുള്ളത് ഫാബും അവന്റെ സ്വന്തം സഹോദരി കിയാരയുമാണ്. സഹോദരി എന്ന് പറഞ്ഞാൽ ഇവര് ശരിക്കും ഇരട്ടകളാട്ടോ. കിയാരയ്ക്ക് ചില ജനിതക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവളെ കണ്ട ഒരു ചെറിയ കുട്ടിയായിട്ട് തോന്നുന്നതാ. ഈ വീഡിയോയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയത് കിയാരയാണ്. ഒരു പെണ്ണായിട്ട് പോലും അതിലവള് എഴുതിയൊരു രംഗം എന്താന്ന് വെച്ചാൽ തന്ത്രപരമായിട്ട് ഫാബ് എലീസയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടുന്നതാ. എന്നിട്ട് എലീസയെ കൊല്ലണം. അങ്ങനാണെങ്കിൽ കുറച്ചുകൂടെ ആളുകൾ ആ വീഡിയോ കാണും. എന്നാൽ അവളെ കെട്ടിപ്പിടിച്ച് അതൊരു ശാരീരിക ബന്ധത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ഫാബ് കരുതിയ ആ സമയത്താണ് എലീസ അവനോട് ഹെഡ്സെറ്റ് വഴി കിയാര ഇങ്ങനല്ല, കൂടുതൽ വേണമെന്ന് പറയുന്നത് അവൾ കേൾക്കുന്നത്. അതോടെ ആ പ്ലാൻ ഫ്ലോപ്പ് ആവും. ഇതും പറഞ്ഞ് ഫാബും കിയാരയും കൂടെ വഴക്കിടുക. വഴക്കിനൊടുവിൽ കിയാര ഫാബിനിട്ടൊരെണ്ണം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടതോടെ ഫാബിനേക്കാളും ക്രൂര കിയാരയാണെന്ന് മനസ്സിലാക്കിയ എലീസയ്ക്ക് കിയാരെ രക്ഷിക്കാൻ ശ്രമിച്ച സോഫിയയും ഡോക്ടറിനെ ഓർമ്മ വരും. ഇതോടെ ഫാബിനെ മാത്രമല്ല കിയാരെയും വെറുതെ വിടരുതെന്ന് ഉറപ്പിച്ച് എലീസ നേരത്തെ കണ്ട ആ തോക്കെടുത്തിട്ട് അവിടുന്ന് കിട്ടിയ ഒരു മാസ്കും വെച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ കിയാരയുടെ തലക്കിട്ട് തന്നെ എലീസ വെടിവെക്കും. കിയാര മരിച്ചു തെറിച്ച് വണ്ടിക്കകത്തേക്ക് വീണതും ഫാബ് ഇത് കണ്ട് ഞെട്ടി വണ്ടിയിൽ നിന്ന് ചാടി പുറത്തിറങ്ങും. ഉടനെ അവന്റെ കാൽമുട്ടിൽ തന്നെ എലീസ വെടിവെച്ചിടും. താഴെ വീണ ഫാബിന് എലീസ കൊല്ലുമെന്നറിയാവുന്നുണ്ട്. അവൻ പുതിയൊരു അടവെടുക്കും. നിന്നെ കണ്ട നിമിഷം മുതൽ നിന്നോട് എനിക്കൊരു ഇഷ്ടം തോന്നി, അതുകൊണ്ടാണ് എല്ലാരെയും കൊന്നിട്ടും നിന്നെ കൊല്ലാതിരുന്നതെന്ന് പറയും. അവന് ഏതു തരത്തിലുള്ള ഇഷ്ടമാ തോന്നിയെന്നും എന്തുകൊണ്ടാണ് എലീസയെ കൊല്ലാതിരുന്നതെന്നും ഫാബും കിയാരയും പറയുന്നത് കേട്ട അവള് കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ ഫാബിനെ തലയിൽ തന്നെ വെടിവെക്കും. അതിനു മുമ്പ് അവിടെ ഒരു ക്യാമറ എലീസ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവള് ഫാബിനെ കൊന്നിട്ട് ഇതാണ് ഈ വീഡിയോയുടെ എൻഡിങ് എന്ന് പറഞ്ഞിട്ട് ആ ക്യാമറ ഓഫ് ചെയ്യും. എന്നിട്ട് മാസ്ക് ഊരിയിട്ട് കയ്യിലൊരു തോക്ക് അവളുടെ സേഫ്റ്റിക്കായിട്ട് എടുത്തിട്ട് ഒരു ലക്ഷ്യമില്ലാതെ മുന്നോട്ട് നടക്കും. കുറെ നടക്കുമ്പോഴാണ് ഒരു ചെറിയ പയ്യൻ ഒരു സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് അവളുടെ മുന്നിലേക്ക് വരുന്നത്. അവളുടെ കയ്യിലെ തോക്കും ശരീരത്തിലെ രക്തമൊക്കെ കണ്ട് പേടിച്ചിട്ട് ആ പയ്യൻ വന്ന വഴി തിരിഞ്ഞോടും. പിന്നാലെ തോക്ക് താഴെയിട്ട് എലീസയും കൂടോടും. അന്നേരമാണ് ഈ പയ്യൻ ഒരു ഫെൻസിനകത്തൂടെ നുഴഞ്ഞു വന്നതെന്നുള്ള കാര്യം എലീസയ്ക്ക് മനസ്സിലാവുന്നത്. ആ ഫെൻസില് പട്ടാളക്കാരകത്തുണ്ട്, അതിക്രമിച്ചു കടക്കാൻ പാടില്ലെന്ന് ഒരു ബോർഡ് ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഈ കാടിനകത്ത് മറ്റൊരു മനുഷ്യരെയും കാണാൻ പറ്റാഞ്ഞത്. അതുമല്ല ഇവരുടെ കൂടെ നിന്ന് ഫാബ് ആണേല് ഇവരെ വഴിതെറ്റിക്കുമായിരുന്നല്ലോ. ആ പയ്യനാണേലും ഓടിപ്പോകുന്നത് ബീച്ചിലിരിക്കുന്ന അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കാ. ആ ബീച്ച് മൊത്തം ആളുകളും ഉണ്ട്. അവരെല്ലാം എലീസയുടെ കോലം കണ്ടിട്ട് ഞെട്ടിപ്പോവും. കുറെ പേര് എലീസയുടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എലീസയുടെ ഫോണിലും റേഞ്ച് വരും. അതിൽ അവളുടെ അമ്മ കുറെ തവണ വിളിച്ചിട്ടുമുണ്ട്. ഉടനെ എലീസ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ കടലിൽ കുളിക്കാൻ ഇറങ്ങുന്നത് കാണിച്ചിട്ട് ഈ സിനിമയ്ക്ക് ഇവിടെ കർട്ടനിടുകയാണ് സുഹൃത്തുക്കളെ. ഇനി പറ, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് മറ്റൊരു അടിപൊളി സോംബി സിനിമയുമായി കാണാം. ടാറ്റാ.